ഒരു പാൻറ്റും കുപ്പായും ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിന്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങൾ. നിങ്ങളെ കുട്ടികളൊക്കെ നെണീച്ചൊക്കെ പറഞ്ഞു നോക്കിയാണ് എത്ര പാൻറ്റും കുപ്പായി ഇട്ട് നോക്കി. ഇനി ആൺകുട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലോ, നമ്മുടെ വീട്ടിന്റെ അകത്ത് ഉമ്മയും മക്കളും തമ്മിൽ രണ്ട് കാര്യങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുക. ആൺകുട്ടികളാണോ നിങ്ങൾക്ക് ഉള്ളത്, പെൺകുട്ടിയാണോ ഉള്ളത്, രണ്ട് കാര്യങ്ങൾക്ക് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുക. ഒന്ന് നിസ്കാരം, രണ്ട് മുടി. അല്ലേ? ആൺകുട്ടികൾ മുടി വെട്ടൂല്ല, പെൺകുട്ടി മുടി നീട്ടൂല്ല. പെൺകുട്ടികൾ ഉമ്മനോട് പറയും വിളച്ച് മുറിക്കണം. ഉമ്മ പറയും നല്ല മുടിയാ മോളെ മുറിക്കണ്ട, വിളച്ച് മുറിക്കണം. അതെന്താ? അതപ്പോ കൊറിയയിൽ സ്റ്റൈല്. ഈ കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്ത് ഇട്ടുകൊടുത്തത് അതാ. ആൺകുട്ടി എന്താ പറയാ, ഞാൻ മുടി വെട്ടൂല്ല. ആൺകുട്ടിന്റെ മുടി വെട്ടിക്കാനും ഉമ്മ കഷ്ടപ്പെടുകയാണ്, പെൺകുട്ടിന്റെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ്. അല്ലേ? ഇനിയോ ബാക്കിന്ന് നോക്കിയാല്, കോളേജിലൊക്കെ പോയിട്ട് ബാക്കിന്ന് നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഒരേ കുപ്പായ. ആൺകുട്ടികൾ ഇപ്പൊ ബ്ലൗസാണല്ലോ ഇടുന്നത്, നിങ്ങൾ കണ്ടില്ലേ? ഒരു ബ്ലൗസ്, എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാൻ്റെ ഒരു ജീൻസ് വീതിയുള്ള. പെൺകുട്ടികളോ? ആരാണ് നിങ്ങൾക്ക് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻറ്റും കുപ്പായിന്ന്? ആരാ പഠിപ്പിച്ചേ? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓർക്ക്. ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ടെഴുതുന്ന, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന, ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ അറിയോ നിങ്ങൾക്ക്? വ്യഭിചാരിണി എന്നാണ്, വേശ്യ എന്നാണ്. നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യ എന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ആ കുട്ടി പാൻറ്റും കുപ്പായി ഇട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, റസൂല് വേശ്യ എന്ന് വിളിച്ച പെണ്ണാ പോണത്. പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പാക്ക് ഉളുപ്പ് വേണ്ടേ? അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തേക്ക് ഇറക്കണം ഉമ്മാക്ക് ഉളുപ്പ് വേണ്ടേ? ഉമ്മ കുറെ മൊക്കനും പറത്തിയിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത്? ഇതാ നമ്മൾ ചിന്തിക്കേണ്ട സാധനത്താണ്. ഇതാ മാത്തൽ ഇൻസാന ഇൻ ഖതഅമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം, ആ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇതാ മാത്തൽ ഇൻസാന ഇൻ ഖതഅമലുഹു, സ്റ്റോപ്പ്ഡ് എവറിത്തിങ്. റസൂലിന്റെ വാക്ക. മരിച്ചാൽ എല്ലാം തീരും. മരിച്ചാൽ പിന്നെ എന്താ? ഒക്കെ തീരും. ഇല്ലാ മിൻ സലാസ. റസൂല് മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞ് എണ്ണി. എന്താ എണ്ണിയെന്ന് അറിയോ? ആ സ്വതക്കത്തുൽ ജാരിയ. ചേന്നമംഗലൂരിൽ വന്നിട്ട് ഞാൻ അതിന്റെ അർത്ഥം അറിയില്ല. ആ സ്വതക്കത്തുൽ ജാരിയ. രണ്ടാമത് എന്താ പറഞ്ഞത്? വഇൽമുൻ യുൻതഫിഉ ബിഹി. മൂന്നാമത് എന്താ പറഞ്ഞറിയോ നിങ്ങൾക്ക്? വലദുൻ സ്വാലിഹുൻ യദഉ ലഹു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. ആര്? ഈ പാൻറ് കുപ്പായിട്ട് നടക്കുന്ന പെൺകുട്ടിയോ? പെൺകുട്ടികളെ കാണാൻ ഇപ്പൊ ഒരു പെണ്ണിന്റെ കോലല്ലല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഒരു ഭംഗിയുള്ള കുട്ടീനെ കാണൂല, എന്തോ ഒരു കോലം. ആൺകുട്ടിനെ കാണാനാണെങ്കിൽ പെണ്ണിന്റെ കോലം, താടിയുമില്ല, മീശയുമില്ല. ഓൻ കൊറിയൻ, പെൺകുട്ടി കൊറിയൻ. നമ്മളെ കുട്ടിയില്ലേ ഇപ്പൊ ചേന്നമംഗലൂരത്തില്ലേ? എന്നിട്ടോ 10ാം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മോനെ നീ +1ഉം +2 ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി? ഉടനെ ആൺകുട്ടി പറയും പോണം. എങ്ങട്ട്? ഒന്നുകിൽ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അല്ലെങ്കിലോ ബാംഗ്ലൂര്, മൈസൂര്. അപ്പൊ നാട്ടിൽ ശരിയാവില്ല. എന്താ? ഇവിടെ ശരിയല്ല. ഇവിടെ എന്താ ശരിയില്ലാത്ത? ബാപ്പ നിയന്ത്രിക്കും, ഉമ്മ നിയന്ത്രിക്കും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നീ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക്, എന്താ ഇഷ്ടം? ഇവിടെ കാറ്റൂല, ഹോസ്റ്റൽ ദൂരെ. അപ്പൊ ഇങ്ങനെ നടക്കാം. എങ്ങട്ടാ നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ടാണ്? ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട, അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാതെ വലിയ കുടുംബമാണ്, മുന്തിയ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല. അത് കൂടി ഉണ്ടാവണം. ഉണ്ടോ? നമുക്കുണ്ടോ? നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ?